ചിത്രത്തിൻ്റെ തുടക്കത്തിൽ തൻ്റെ ബാല്യ ക്ലാസ്സിലേക്ക് വേഗത്തിൽ പോകുന്ന ബോൺസിനെയാണ് കാണിക്കുന്നത്. അവളുടെ ക്ലാസ്സിലുണ്ടായിരുന്ന പ്രിൻസസ് എന്ന പെൺകുട്ടി അവൾക്ക് കാറ് വാങ്ങാൻ പണമില്ലാത്തതുകൊണ്ടാണ് നേരം വൈകുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവളെ പരിഹസിക്കുന്നുണ്ടായിരുന്നു. അല്പസമയത്തിനകം തന്നെ ബോൺസ് ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്നു. അതോടെ അവരുടെ അധ്യാപികയായ തോർണ ക്ലാസ് തുടങ്ങുകയാണ്. അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് പെർഫോമൻസ് ചെയ്യേണ്ടതായുണ്ട്. അക്കൂട്ടത്തിലുണ്ടായിരുന്ന സോയും ക്ലോയിയും സഹോദരിമാരായിരുന്നു. കൂടാതെ ഗ്രേസ് എന്ന മറ്റൊരു യുവതിയും ആ ഒരു ട്രൂപ്പിൽ ഉണ്ടായിരുന്നു. പ്രിൻസസും ബോൺസും തമ്മിൽ അത്ര നല്ല രസത്തിലായിരുന്നില്ല. കാരണം പ്രധാന വേഷം അവതരിപ്പിക്കാൻ പ്രിൻസസിന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും തോർണ തിരഞ്ഞെടുത്തിരുന്നത് ബോൺസിനെയാണ്. പ്രിൻസസ് നിരന്തരം പ്രകോപിപ്പിച്ചതോടെ നിയന്ത്രണം വിട്ട ബോൺസ് അവളെ അടിച്ചു. തനിക്ക് പകരം ആ വേഷം പ്രിൻസസിന് നൽകാമെന്ന് ബോൺസ് തോർണയോട് പറയുന്നുണ്ടെങ്കിലും തോർണ ഇതിനെ സമ്മതിക്കുന്നില്ല. പ്രിൻസസിൻ്റെ അമ്മയാണ് അവരുടെ ബുഡാപെസ്റ്റ് യാത്ര സ്പോൺസർ ചെയ്തിരുന്നത്. ഈ ഷോ തൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്ന് തോർണ വിശ്വസിച്ചിരുന്നു. ഒടുവിൽ എല്ലാവരും ബുഡാപെസ്റ്റിലെത്തിയെങ്കിലും അവരെ കൊണ്ടുപോകേണ്ടിയിരുന്ന കാർ വന്നില്ല. അതിനാൽ അവർക്ക് ബസ്സിനെ ആശ്രയിക്കേണ്ടി വന്നു. നിർഭാഗ്യവശാല യാത്രയ്ക്കിടെ ബസ്സിൻ്റെ എഞ്ചിനിൽ നിന്ന് പുക ഉയരാൻ ആരംഭിച്ചു. അങ്ങനെ വണ്ടി കേടാവുകയാണ്. ഡ്രൈവർ പരിശോധിക്കാനായി വാഹനം നിർത്തിയിറങ്ങി. ആ സമയം സംഘാടകർ തോർണയെ വിളിച്ച് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലേക്കകം അവിടെ എത്തിയില്ലെങ്കിൽ ട്രൂപ്പിനെ മാറ്റുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ എങ്ങനെയെങ്കിലും അവിടേക്ക് എത്താനായി എല്ലാവരോടും ബാഗുമായി ഇറങ്ങാനായി തോർണ ആവശ്യപ്പെട്ടു. അവർ നടത്തം തുടങ്ങിയെങ്കിലും ബസ് ഡ്രൈവർക്ക് എന്തോ അപകടം മണക്കുന്നത് പോലെ തോന്നിയിരുന്നു. യാത്രക്കിടെ മഴ പെയ്യാൻ തുടങ്ങിയതോടെ അവർക്ക് എവിടെയെങ്കിലും അഭയം പ്രാപിക്കേണ്ടതായി വന്നു. ഗ്രേസ് ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കാണുകയും അങ്ങോട്ടേക്ക് പോകാമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അവിടെ അവർ എത്തിയെങ്കിലും കാവൽക്കാരവരെ ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല. എന്നാൽ ഈ ഒരു സമയത്ത് ഓഫീസ് എന്നൊരാൾ അവിടേക്ക് എത്തുകയും തോർണ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അവൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചു. അകത്തെ ആഡംബരം കണ്ട് യുവതികൾ അത്ഭുതപ്പെട്ടുപോയി. എന്നാൽ ദൈവവിശ്വാസിയായിരുന്ന ഗ്രേസിനെ അത്തരമൊരു സ്ഥലത്തിരിക്കുന്നത് പാപമായി തോന്നി. ക്ലോയി അവിടെ പാട്ടുപാടിക്കൊണ്ടിരുന്നിരുന്ന ആർട്ടമനെ ശ്രദ്ധിച്ചു. അവൻ ആ സ്ഥലത്തിൻ്റെ ഉടമയുടെ മകനാണ്. ഡെവോറയാണ് ആ ഒരു വലിയ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥ. അവളും പണ്ട് ഒരു നർത്തകിയായിരുന്നു. എന്നാൽ ഒരപകടം അവളുടെ സ്വപ്നങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിരുന്നു. പിന്നീട് സോണ എന്ന സ്ത്രീ അവിടേക്ക് വരികയും യുവതികളോട് നനഞ്ഞ വസ്ത്രങ്ങൾ മാറാനായി ആവശ്യപ്പെടുകയും ചെയ്തു. തങ്ങൾ പെട്ടെന്ന് പോകുമെന്ന് തോർണ പറഞ്ഞെങ്കിലും ഓഫീസ് അവരെ നിർബന്ധിച്ചു. അങ്ങനെ അവർ കയ്യിലുണ്ടായിരുന്ന ബാലെ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. പിന്നീട് അവർക്ക് ഭക്ഷണവും വിളമ്പി. ഡെവോറ അവരെ പരിചയപ്പെടുകയും അവർക്കായി മിനി വാൻ ഏർപ്പാടാക്കി തരാമെന്ന് അവരോട് പറയുകയും ചെയ്തു. അതുവരെ അവിടെ വിശ്രമിക്കാനായി അവൾ നിർദ്ദേശിച്ചു. ഈ സമയം പാഷ എന്നൊരാൾ തൻ്റെ അംഗരക്ഷകർക്കൊപ്പം അവിടേക്കെത്തുകയാണ്. ബാർട്ടൻഡർ അയാൾക്ക് പണം നിറച്ചൊരു കവർ നൽകി പ്രശ്നമുണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ടു. ക്ലോയി തൻ്റെ ശ്രവണ സഹായിക്ക് പ്രശ്നമുള്ളതിനാൽ അത് ഊരിവെച്ചു. അവൾ വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഓസിപ്പ് വളരെ മോശമായ രീതിയിൽ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. എന്നാൽ ഇത് കണ്ട് തോർണ ഇടപെട്ട് അവൾക്കൊപ്പം താൻ പോകാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിയിൽ പാഷയുടെ കണ്ണുകൾ അവരിൽ ഉടക്കി. ഈ സമയം പിയാനിസ്റ്റ് ഒരു സംഗീതം വായിക്കുകയും അത് കേട്ട് സ്വയം ഗ്രേസും സ്റ്റേജിൽ ഡാൻസ് ചെയ്യുകയുമായിരുന്നു. ഉടനെ തന്നെ പ്രിൻസസും അവർക്കൊപ്പം ചേർന്നു. ഇത് കണ്ട് അസൂയ തോന്നിയ ബോൺസും സ്റ്റേജിലേക്ക് കയറി. ഈ ഒരു സമയത്ത് വാഷ്റൂമിലുണ്ടായിരുന്ന ക്ലോയിയുടെ ശ്രവണ സഹായി പൂർണ്ണമായും കേടായതിനാൽ അവളത് അവിടെ വെച്ചു. ഈ സമയത്ത് പുറത്തു നിന്നിരുന്ന തോർണ ഒരു ശബ്ദം കേട്ട് ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് ഭയാനകമായ ഒരു ദൃശ്യമാണ്. ഡെവോറ ഒരു മനുഷ്യനെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. കടം തിരിച്ചടയ്ക്കാത്തതിനെ പഴുപ്പിച്ചിരുമ്പുതണ്ടുകൊണ്ട് അയാളുടെ നാവിലവർ മുദ്രവയ്ക്കുകയാണ്. പേടിച്ചുപോയ തോർണ അവിടെ നിന്നും തിരിഞ്ഞോടി. പോകുന്ന സമയത്ത് അവൾ ക്ലോയിയെ നോക്കിയെങ്കിലും അവളെ അവിടെ കണ്ടിരുന്നില്ല. പുറത്ത് പ്രിൻസസും ബോൺസും വീണ്ടും തർക്കത്തിലാവുകയും ബോൺസ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. തോർണ യുവതികളുടെ പക്കലേക്ക് ഓടിയെത്തിയെങ്കിലും പാഷ അവളെ തടഞ്ഞു നിർത്തി. അയാൾ അവളെ ഉപദ്രവിക്കാനായി ശ്രമിച്ചു. അവനെ ചവിട്ടി വീഴ്ത്തി രക്ഷപ്പെടാൻ നോക്കിയ തോർണയെ പാഷ പുറകിൽ നിന്നും വെടിവെച്ചു കൊന്നു. ഇത് കണ്ട് ഓടിക്കൂടിയവരോട് തൻ്റെ അച്ഛനെക്കുറിച്ച് പറഞ്ഞ് പാഷ ഭീഷണിപ്പെടുത്തി. ബോൺസ് ഇത് കണ്ട് ആകെ തകർന്നു പോയി. പ്രിൻസസ്
പോലീസിനെ വിളിക്കാനായി ഡെവോറയോട് നിലവിളിച്ചു പറഞ്ഞു. പോലീസിനെ വിളിക്കാമെന്ന് വാഗ്ദാനം നൽകിയ ഡെവോറ അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാനായി ഓസിപ്പിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവർ ചതിക്കപ്പെടുകയാണെന്ന് ബോൺസ് തിരിച്ചറിഞ്ഞു. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാവൽക്കാരൻ അവളെ അടിച്ചു വീഴ്ത്തി. യുവതികൾക്ക് ഓസിപ്പിനെ പിന്തുടരുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നു. വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ക്ലോയി ആർട്ടമിനെ കാണുകയാണ്. തനിക്ക് കേൾവിശക്തിയില്ലെന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ അവളെ പ്രശംസിച്ചു. അവരൊന്നിച്ച് അവിടെ നിന്നും നടന്നു നീങ്ങുകയാണ്. ഓസിപ്പ് പെൺകുട്ടികളെ ബേസ്മെൻറ്റിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. പരിഭ്രമിച്ചു നിന്നിരുന്ന ഗ്രേസിനെ ഓസിപ്പ് ഒരു ചോക്ലേറ്റ് നൽകി. ടോർണയുടെ ശവശരീരം മാറ്റാൻ ഡെവോറ ഉത്തരവിട്ടു. ശേഷം അവൾ പാഷയെ വിളിച്ച് സംസാരിച്ചു. ബോൺസിനെയും അവർ അവിടെ എത്തിച്ചു. ടോർണയുടെ മരണം ഒരു അപകടമാണെന്ന് പോലീസിനോട് പറയാൻ പാഷ ആവശ്യപ്പെട്ടു. എന്നാൽ തങ്ങൾക്കതിന് കഴിയില്ലെന്ന് യുവതികൾ ഡെവോറയെ ഓർമ്മിപ്പിച്ചു. അവരെ ഇല്ലാതാക്കുകയാണ് പോംവഴിയെന്ന് പാഷ പറഞ്ഞപ്പോൾ ഡെവോറ അവനെ ശാന്തനാക്കി. പാഷ തൻ്റെ പിതാവായ ലോതറുടെ പേര് പറഞ്ഞ് ഡെവോറയെ ഭീഷണിപ്പെടുത്തി. എന്നാൽ കൊലപാതകത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കാണിച്ച് ഡെവോറ പാഷയെ വിരട്ടി. പിന്നീട് ബോൺസിന് ബോധം വരുമ്പോൾ താൻ ബന്ധനസ്ഥയാക്കപ്പെട്ട അവസ്ഥയിലാണെന്ന് അവൾ മനസ്സിലാക്കി. ഈ ഒരു സമയത്ത് സോണ ഗ്രേസിനോട് അവരെ പറ്റിയുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയായിരുന്നു. ചോക്ലേറ്റ് കഴിച്ച് ലഹരിയിലായിരുന്ന ഗ്രേസ് തങ്ങളെ അന്വേഷിച്ച് ആരും വരില്ലെന്ന് സോണയോട് വെളിപ്പെടുത്തി. തന്നെ രക്ഷിക്കണമെന്ന് ബോൺസ് അപേക്ഷിച്ചെങ്കിലും തൻ്റെ നാവ് നഷ്ടപ്പെടുത്താൻ വയ്യെന്നും പറഞ്ഞ് സോണ ഒഴിഞ്ഞുമാറി. പിന്നീട് പാഷ ഡെവോറയ്ക്ക് പണം തിരികെ നൽകി. ലോതർ തന്നെ കൊല്ലുമെന്ന് അവൻ്റെ ആളുകൾ ഭയപ്പെട്ടു. പിന്നീട് ക്ലോയിയും ആർട്ടമും അടുത്തിടപഴകുന്നത് കണ്ട് ഡെവോറ അവളെ അവനിൽ നിന്ന് പിടിച്ചു മാറ്റി. തെളിവ് നശിപ്പിക്കാനായി ഡെവോറ ടോർണയുടെ ശരീരം വെട്ടിമുറിക്കാൻ തുടങ്ങി. യുവതികളുടെ പാസ്പോർട്ടും മറ്റും അവർ നശിപ്പിച്ചു. പിന്നീട് ബോൺസ് എങ്ങനെയൊക്കെയോ തൻ്റെ കെട്ടുകൾ അഴിച്ചുമാറ്റി. ലഹരിയിലായിരുന്ന ഗ്രേസിനെ ബോധത്തിലേക്ക് കൊണ്ടുവരാനായി അവൾ ശ്രമിക്കുകയാണ്. യുവതികളുടെ സാധനങ്ങൾ നശിപ്പിക്കാനായി ഓസിപ്പിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ അത് അയാൾ ഒളിപ്പിച്ചു വെച്ചു. ശേഷം അയാൾ ഗ്രേസിനെ ഉപദ്രവിക്കാനായി ബേസ്മെൻറ്റിലേക്കെത്തി. ഗ്രേസിനെ അയാൾ ഒരു പക്ഷിയോട് ഉപമിച്ചു. ലഹരിയിലായിരുന്ന ഗ്രേസിനെ അയാളെ ഒരു സാത്താനെ പോലെയാണ് തോന്നിയിരുന്നത്. അയാൾ അവളെ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ബോൺസ് പുറകിൽ നിന്നും വന്ന് അയാളുടെ കണ്ണിൽ കുത്തി. അവർ തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി. അയാൾ ബോൺസിനെ കീഴ്പ്പെടുത്തി അവളുടെ കാൽ ഒടിക്കാനായി ശ്രമിച്ചു. ആ സമയത്ത് ഗ്രേസ് ഒരു കുന്തമെടുത്തെറിഞ്ഞെങ്കിലും അത് ലക്ഷ്യം തെറ്റി. ആ അവസരം മുതലെടുത്ത് ബോൺസ് ഓസിപ്പിനെ അടിച്ചു വീഴ്ത്തി. അയാൾ ആ കുന്തത്തിൻ്റെ മുകളിലേക്ക് വീണ് ദാരുണമായി കൊല്ലപ്പെട്ടു. പിന്നീട് ഡെവോറ അസ്വസ്ഥതയോടെ ബാറിലേക്ക് ചെന്നു. യുവതികൾ എത്രത്തോളം കഴിവുള്ളവരാണെങ്കിലും അവർക്കൊരിക്കലും ഇനി ഡാൻസ് കളിക്കാനുള്ള അവസരം ലഭിക്കില്ലെന്നും അവർക്ക് തൻ്റെ അവസ്ഥ തന്നെ വരുമെന്നും ഡെവോറ ഉറച്ച് വിശ്വസിച്ചിരുന്നു. തുടർന്നവൾ ആർട്ടമിനെ വിളിച്ച് പാഷയ്ക്കും അവൻ്റെ ആളുകൾക്കും പരമാവധി മദ്യം കൊടുക്കാനായി ആവശ്യപ്പെട്ടു. ഈ സമയം ബേസ്മെൻറ്റിൽ യുവതികളെല്ലാം പരിഭ്രാന്തിയിലായിരുന്നു. പ്രിൻസസ് എല്ലാത്തിനും ബോൺസിനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. എന്നാൽ പ്രിൻസസ് ഇതുവരെ ജീവിതത്തിൽ ഒരപകടത്തെയും നേരിട്ടിട്ടില്ലാത്തതുകൊണ്ടാണ് കാര്യങ്ങൾ ഗൗരവമായി കാണാത്തതെന്നും പറഞ്ഞ് ബോൺസ് ആഞ്ഞടിച്ചു. അവർ തങ്ങളെ എല്ലാവരെയും കൊല്ലുമെന്നും ഒരിക്കലും പോലീസിനെ വിളിക്കില്ലെന്നും അവൾ കൂട്ടുകാരികളെ ബോധ്യപ്പെടുത്തി. രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈയെടുക്കണമെന്നും ബോൺസ് ഓർമ്മിപ്പിച്ചു. ഇതിനിടെ ഡെവോറ വിളിച്ചിരുന്ന ഡോക്ടർ അവിടേക്ക് എത്തുകയും ഡെവോറ അയാൾക്ക് ടോർണയുടെ ശരീരം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവളുടെ പല്ലും മുടിയും നശിപ്പിച്ച് തെളിവില്ലാതാക്കാമെന്ന് ഡോക്ടർ സമ്മതിച്ചു. അതേസമയം ഡെവോറ ഇതുവരെയും തനിക്ക് കൊലപാതകത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ നൽകാത്തതുകൊണ്ട് പാഷ യുവതികളെ കൊല്ലാനായി സ്വന്തം ആളുകളോട് ഉത്തരവിട്ടു. ഈ ഒരു സമയത്ത് യുവതികൾ ബേസ്മെൻറ്റിൽ നിന്നും പുറത്തിറങ്ങാനായി ശ്രമിക്കുകയായിരുന്നു. ആരോ വരുന്നത് കേട്ട് അവർ ഒളിച്ചിരുന്നു. പാഷയുടെ ഗുണ്ടകളിൽ ഒരാൾ താൻ ഒറ്റയ്ക്ക് അവരെ കൈകാര്യം ചെയ്തു കൊള്ളാമെന്ന് വീരവാദം മുഴക്കി. എന്നാൽ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ അവനെ നേരിടാമെന്ന് ബോൺസ് പറഞ്ഞു. തങ്ങൾ വെറും പെൺകുട്ടികളല്ലെന്നും ചോരയൊലിക്കുന്ന പാദങ്ങളുമായി സ്റ്റേജിൽ നൃത്തം ചെയ്യുന്നവരാണെന്നും അത് മറക്കരുതെന്നും അവൾ ഓർമ്മിപ്പിച്ചു. ഓസിപ്പിൻ്റെ ശവശരീരം കണ്ട ഗുണ്ടകൾ പെൺകുട്ടികളെ ആക്രമിക്കാൻ തയ്യാറെടുത്തു. ഗ്രേസ് തൻ്റെ ബാഗിൽ നിന്ന് കിട്ടിയ ചെറിയ ആയുധങ്ങളെല്ലാം ശേഖരിച്ചു. മുറിയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ഒരുത്തൻ്റെ മൂക്കിനെ കുത്തേറ്റു. തുടർന്ന് നടന്ന കയ്യാങ്കളിയിൽ യുവതികൾ ധീരമായി പോരാടിയെങ്കിലും ഗുണ്ടകൾ അവരെക്കാൾ കരുത്തരായിരുന്നു. ക്ലോയ്ക്ക് ഒരു തോക്ക് കിട്ടിയെങ്കിലും അവൾ ഉതിർത്ത വെടിയുണ്ടകളൊന്നും ലക്ഷ്യത്തിൽ കൊണ്ടിരുന്നില്ല. ഒരു ഗുണ്ട ബോൺസിനെ കുത്താൻ നോക്കിയപ്പോൾ അവൾ തൻ്റെ ഡാൻസ് ഷോ കൊണ്ട് അത് തടഞ്ഞു.
ഗ്രേസ് ഒരുത്തനെ കീഴ്പ്പെടുത്തി കുത്തിക്കൊന്നു. ബോൺസ് തൻ്റെ ഷൂവിൽ വെച്ചിരുന്ന മൂർച്ചയേറിയ ബ്ലേഡ് കൊണ്ട് ഒരാളുടെ കഴുത്തറുത്തു. ആ ബ്ലേഡ് ഷൂവിൻ്റെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ടു പോയ യുവതികൾ എല്ലാവരും അത്തരത്തിൽ ഷൂ ധരിച്ചു. തങ്ങളെ രക്ഷിക്കാനായി ആരും വരില്ലെന്ന് ബോൺസ് അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചു. അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിന് മുൻപ് ക്ലോയിയെയും കൂടെ കൂട്ടണമെന്ന് സോയ് നിർബന്ധം പിടിച്ചു. എന്നാൽ പ്രിൻസസ് അതിന് തയ്യാറായില്ല. പുറത്തുപോയി ആളെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പ്രിൻസസ് പറഞ്ഞെങ്കിലും സഹോദരിയെ വിട്ട് വരില്ലെന്ന് സോയി ഉറപ്പിച്ചു പറഞ്ഞു. ഒടുവിൽ ബോൺസും ഗ്രേസും സോയ്ക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചതോടെ പ്രിൻസസ് തനിയെ അവിടെ നിന്നും പോവുകയാണ്. പുറത്തിറങ്ങിയ യുവതികൾ സോണയെ കണ്ടെത്തി അവളെ ഭീഷണിപ്പെടുത്തി. ക്ലോയി ഹാളിലുണ്ടെന്ന് അവൾ പറഞ്ഞു. അവളെ ഒരു മുറിയിൽ പൂട്ടിയിട്ട ശേഷം അവർ ക്ലോയിയെ തേടിപ്പോയി. ഇതിനിടെ ബേസ്മെൻറ്റിലേക്കെത്തിയ ഡെവോറ തൻ്റെ ആളുകൾ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞു. മുകളിലെത്തിയ പ്രിൻസസ് ഒരു മുറിയിൽ തോർണയുടെ ശരീരം ആ ഒരു ഡോക്ടർ വെട്ടിമുറിക്കുന്ന കാഴ്ച കണ്ട് നടുങ്ങിപ്പോയി. അവിടെ നിന്ന് മാറുന്നതിനിടെ അവൾ ഡെവോറയുടെ മൂത്ത മകനെ കണ്ടുമുട്ടി. പ്രിൻസസ് അയാളോട് വൈഫൈ കംപ്ലൈൻ്റ് ആണെന്നും അത് ശരിയാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അയാളെ കബളിപ്പിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു. ബോൺസ് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് അവൾക്കും തോന്നി. പിന്നീട് ഒരു മുറിയിലിരുന്ന് TV കണ്ടിരുന്ന ക്ലോയിയെ യുവതികൾ കണ്ടെത്തി. ആർട്ടമിനെ കാത്തിരിക്കുകയാണെന്ന് അവൾ പറഞ്ഞെങ്കിലും ഉടൻ രക്ഷപ്പെടണമെന്ന് സോയ് അവളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. അവിടെ നിന്നും ബോൺസിന് ഒരു തോക്ക് ലഭിച്ചിരുന്നു. അതുമായി അവർ പുറത്തേക്ക് നടന്നു. പിന്നീട് അവർ അടുക്കളയിൽ ഒളിച്ചിരിക്കുകയാണ്. ബോൺസ് ഒരു ശബ്ദം കേട്ട് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് പ്രിൻസസിനെയായിരുന്നു. അപ്പോഴാണ് പ്രിൻസസ് അവിടം വിട്ട് പോയിട്ടില്ലെന്നുള്ള വസ്തുത അവർ തിരിച്ചറിയുന്നത്. താൻ കണ്ട ഭീകര ദൃശ്യങ്ങളെക്കുറിച്ച് പ്രിൻസസ് കരഞ്ഞുകൊണ്ട് അവരോട് പറഞ്ഞു. ഡെവോറ അവിടെയുണ്ടായിരുന്ന ആളുകളോട് യുവതികളെ കൊല്ലാനായി ആവശ്യപ്പെട്ടു. തുടർന്ന് പാഷയുടെ അടുത്തെത്തിയ അവൾ അവൻ്റെ ആളുകളെല്ലാം തീർന്നുവെന്നും ഇനി അവൻ തൻ്റെ തടങ്കലിലാണെന്നും പറഞ്ഞു. ഈ സമയം പ്രിൻസസ് തങ്ങൾക്ക് കിട്ടിയിരുന്ന തോക്ക് കയ്യിലെടുത്തിരുന്നു. ഈ സമയത്താണ് ഗ്രേസ് അവിടെയുണ്ടായിരുന്ന ഒരു ലാൻഡ് ഫോൺ കാണുന്നത്. പോലീസിനെ വിളിക്കാനായി അവർ ശ്രമിച്ചു. ഈ നേരത്ത് പാഷ തൻ്റെ അച്ഛനായ ലോദറെ വിളിച്ച് സഹായം തേടിയിരുന്നു. ലോദർ വരുമെന്നും ഡെവോറ ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നും അവൻ ഭീഷണിപ്പെടുത്തി. എന്നാൽ ഈ നിമിഷത്തിനായി താൻ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു എന്നായിരുന്നു ഡെവോറയുടെ മറുപടി. അവൾ തൻ്റെ നൃത്തവസ്ത്രങ്ങളും ഗ്രനേഡുകളുമായി ഒരു പോരാട്ടത്തിന് തയ്യാറെടുത്തു. ഗുണ്ടകളിൽ ഒരാൾ പെൺകുട്ടികൾ ഒളിച്ചിരുന്നിരുന്ന മുറിയിലെത്തി. പ്രിൻസസ് പോലീസിനെ വിളിക്കുന്ന ശബ്ദം കേട്ട അയാൾ ഫോൺ കണക്ഷൻ വിച്ഛേദിച്ചു. അയാൾ അവളെ ആക്രമിച്ചെങ്കിലും ക്ലോയി അവൻ്റെ ശ്രദ്ധ തിരിച്ചപ്പോൾ പ്രിൻസസ് അയാളുടെ കൈ വെടിവെച്ച് തകർത്തു. അവർ പുറത്തേക്ക് ഓടിയെങ്കിലും ആളുകൾ അവരെ വളഞ്ഞു. തങ്ങളെ വെറുതെ വിടണമെന്ന് ബോൺസ് അപേക്ഷിച്ചെങ്കിലും ആരും അത് കേട്ടില്ല. ഒടുവിൽ ഒന്നിച്ച് പോരാടാനായി അവർ തീരുമാനിച്ചു. തങ്ങളുടെ ബാല്യ നൃത്തചലനങ്ങളെ ആയുധമാക്കി അവർ ഓരോരുത്തരെയായി വീഴ്ത്തി. ബോൺസും പ്രിൻസസും കൈകോർത്ത് പോരാടി. ആർട്ടം സോയിയെ ആക്രമിക്കുന്നത് കണ്ട ക്ലോയി ഒരു വൈൻ കുപ്പി കൊണ്ട് അവനെ തലയ്ക്കടിച്ചു. അവനോട് ജീവനും കൊണ്ട് ഓടാനായി അവൾ ആവശ്യപ്പെട്ടു. ബാർ കൗണ്ടറിന് പിന്നിൽ ഒളിച്ചിരുന്നിരുന്ന യുവതികൾ മേലോഡോവ് കൊക്ടെയിൽ ഉണ്ടാക്കി എറിഞ്ഞ് ഒരു ഗുണ്ടയെ ജീവനോടെ ചുട്ടരിച്ചു. മറുഭാഗത്ത് ഡെവോറ ആ ബിൽഡിംഗ് മുഴുവൻ ബോംബുകൾ വെച്ച് നിറച്ചിരുന്നു. പിന്നീട് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന യുവതികളെ സോണ തോക്കുമായി നേരിടുകയാണ്. സോണയുടെ വെടി മറ്റൊരു ഗുണ്ടയുടെ ദേഹത്താണ് കൊണ്ടിരുന്നത്. യുവതികൾ വേഗത്തിൽ അവളെ കീഴ്പ്പെടുത്തി. കൂടുതൽ ആളുകൾ വന്നതോടെ പ്രിൻസസിനോട് രക്ഷപ്പെടാൻ പറഞ്ഞ് ബോൺസ് അവിടെ തന്നെ നിന്നു. ഡെവോറയെ വെടിവെക്കാൻ നോക്കിയ ബോൺസിനെ തോക്കിൽ ഉണ്ടകൾ തീർന്നുപോയെന്ന് മനസ്സിലായി. ഡെവോറ തൻ്റെ കൃത്രിമക്കാൽ ഉപയോഗിച്ച് ബോൺസിനെ തടഞ്ഞു. പാഷ പുറത്തു വന്ന് ബോൺസിനെ പിടികൂടി. ലോദറാണ് തൻ്റെ കാലുകൾ ഇല്ലാതാക്കിയതെന്ന് വെളിപ്പെടുത്തിയ ഡെവോറ പാഷയുടെ കാലിലേക്ക് വെടിവെച്ചു. തുടർന്ന് ബോൺസിനെ തോക്കിന് മുനയിൽ നിർത്തി അവൾ അവിടെ നിന്ന് കൊണ്ടുപോയി. മറ്റു യുവതികൾ പുറത്തെത്തിയെങ്കിലും ബോൺസ് അകത്ത് കുടുങ്ങിപ്പോയിരുന്നു. ബോൺസിനെ രക്ഷിക്കാൻ പ്രിൻസസ് തിരികെ അകത്തേക്ക് പോയി. ഡെവോറ ബോൺസിനോട് തൻ്റെ ഭൂതകാലം വിവരിക്കുകയാണ്. 8 വയസ്സുള്ളപ്പോൾ തൻ്റെ അച്ഛൻ ലോദറിൽ നിന്ന് കടമെടുത്തിരുന്നുവെന്നും അത് തിരിച്ചടയ്ക്കാത്തതിന് ശിക്ഷയായി ലോദർ തൻ്റെ കാലുകൾ അറുത്തുമാറ്റിയെന്നും അവൾ പറഞ്ഞു. തൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർത്ത ലോദറിനോട് പകരം വീട്ടാനുള്ള സമയമായി എന്ന് അവൾ പ്രഖ്യാപിച്ചു. ഡെവോറ തൻ്റെ നൃത്തവസ്ത്രങ്ങളണിഞ്ഞ് അവസാന നൃത്തത്തിന് തയ്യാറെടുത്തു. ഈ സമയം ലോദറും സംഘവും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. ഡോക്ടർ ബോൺസിൻ്റെ കാലുകൾ മുറിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രിൻസസ് അവനെ അമ്പെയ്ത് വീഴ്ത്തി. ബോൺസ് പാഷയെ അടിച്ച് ബോധം കെടുത്തി.
പുറത്ത് വെടിവയ്പ് തുടങ്ങിയതോടെ യുവതികൾ പാഷയുമായി പുറത്തേക്ക് വരാനായി ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് ഡെവോറ അവർക്ക് മുന്നിലേക്ക് എത്തുന്നത്. പാഷയെ വിട്ടുതരാനായി അവൾ ആവശ്യപ്പെട്ടു. സ്വപ്നങ്ങൾ തകർന്നതിൻ്റെ വേദന അറിയാവുന്ന ഡെവോറ തങ്ങളെ ഉപദ്രവിക്കരുതെന്ന് ബോൺസ് അപേക്ഷിച്ചു. ഒടുവിൽ ഡെവോറയുടെ മനസ്സ് മാറി. അവൾ യുവതികളോട് രക്ഷപ്പെടാനായി ആവശ്യപ്പെട്ടു. താൻ ലോതറെ നേരിടാമെന്ന് അവൾ ഏൽക്കുകയും ചെയ്തു. പാഷയെ തോക്കിന് മുനയിൽ നിർത്തി അവൾ ലോതറുടെ മുൻപിലേക്കെത്തി. ലോതർ തൻ്റെ സ്വപ്നങ്ങൾ തകർത്തതുപോലെ അവൻ്റെ ജീവൻ താൻ എടുക്കുകയാണെന്നും പറഞ്ഞ് അവൾ ബോംബുകൾ പൊട്ടിച്ചു. അങ്ങനെ ആ ഒരു വലിയ കെട്ടിടം തകർന്ന് തരിപ്പണമായി. യുവതികൾ അത്ഭുതകരമായി അവിടെ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടു. അവർ ഗുണ്ടകളുടെ ബൈക്കുകളിലായി തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു. കൃത്യസമയത്ത് തന്നെ അവർ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിച്ചേർന്നു. സ്റ്റേജിൽ കയറി അവർ തങ്ങളുടെ സർവ്വശക്തിയുമെടുത്ത് നൃത്തം ചെയ്തു. ബോൺസും പ്രിൻസസും ഒന്നിച്ച് പ്രധാന വേഷം അവതരിപ്പിച്ചു. കാണികളുടെ കരഘോഷങ്ങളോടെ ആ യുവതികളുടെ പോരാട്ടത്തിൻ്റെ കഥ അവസാനിക്കുകയാണ്.